ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്ന കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് യൂണിവേഴ്സ്, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ ദിവസമായിരിക്കാം നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സണ്ണാണ്, വെരി നൈസ്. ആക്ച്വലി സൺ എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ലെറ്റ്സ് സീ. കിങ് ഓഫ് കപ്സ്, നൈസ്. ആൻഡ് പേജ് ഓഫ് സോർഡ്സ്, ഓക്കെ. മജീഷ്യൻ, ഓക്കെ. Again magician, okay. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്കൊരു റിയൂണിയൻ എനർജിയാണ് ഇതിൽ മെയിനായിട്ട്. ഓക്കെ, ഒരു ഹാപ്പിനെസ്, സന്തോഷം എന്ന ഫാമിലി എന്ന രീതിക്കൊക്കെയാണ് കാണുന്നത്. റിയൂണിയൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിവിടെ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് എടുക്കണ്ട, ഇത് പലതും ആവാം. ഈവൻ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും, ഓക്കെ, നമ്മളുടെ ഫ്രണ്ട്സ് ആവാം, ഓക്കെ, റിലേറ്റീവ്സ് ആവാം, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആവാം, പഴയ ഏതെങ്കിലും ഫ്രണ്ട്സ്. നമ്മൾ ആക്ച്വലി ഇവിടെ 10 of Swords ഉണ്ട്, ഒരു എൻഡിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണുന്നുണ്ട് എനിക്ക്. ഏതോ ഒരു ലൈക്ക് നമ്മൾ പറയില്ലേ, മുൻപ് എൻഡായിപ്പോയ ഒരു കാര്യം, മുൻപ് നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ മുൻപ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഒരു എൻഡിങ് നടന്ന് കാണാം. അങ്ങനെ എൻഡായി പോയ ഒരു സിറ്റുവേഷൻ അത് തിരിച്ചു വരികയാണ്. ഓക്കെ, അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഈവൻ പാരൻസ് ആവാം, അച്ഛനും അമ്മയോ ആരെങ്കിലും ആവാം. കുറച്ച് പേർക്ക് മേ ബി അതും ആവാം. നിങ്ങളുടെ പഴയ കൊളീഗ്സ് ആരെങ്കിലും, കൂടെ ജോലി ചെയ്തവരാരെങ്കിലും, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും. ഓക്കെ, ഈവൻ ബന്ധങ്ങൾ, ഓക്കെ, ഓഫ് കോഴ്സ് റിലേഷൻഷിപ്സ് ആണെങ്കിലും. എനിക്ക് ഇവിടെ ഒരു റിയൂണിയൻ എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ, എൻഡായി പോയ ഒരു സിറ്റുവേഷൻ, അതാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സോ അങ്ങനെ ഒരു പാസ്റ്റിൽ ഉണ്ടായ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വീണ്ടും ഒരു അടുപ്പം ഡെവലപ്പ് ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വീണ്ടും അവരുമായിട്ട് ഒരു റീയൂണിയൻ എനർജിയാണ് എനിക്ക് കാണുന്നത്. സണ്ണാണ്, ഹാപ്പിനെസ് ആണ്, ഒരു സന്തോഷം, സെലിബ്രേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ അധികം ഹാപ്പി ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടും, ഒരു ക്ലാരിറ്റി കിട്ടും. ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അത് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കും, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു എൻഡിങ് വന്നത്. ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി എന്ന് പറയും, അതായത് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ. സോ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അത് ഇന്നത്തെ ദിവസം, ഇന്നത്തെ എന്നല്ല, ഈ ഒരു അടുത്തുള്ള എനർജിയാണ് ഞാൻ പറയുന്നത്. വളരെ ഇത് കാണുന്ന റീഡിങ് കാണുന്നതിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിങ്ങൾക്ക് നടക്കാം ഇത്. സോ ഇവിടെ എനിക്ക് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത വരും എന്ന് പറയാം, ക്ലാരിറ്റി വരും. ഈവൻ സണ്ണും ക്ലാരിറ്റി തന്നെയാണ്, ഇതും നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടുന്ന പോലെയാണ്. നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷൻ മാറുന്നതാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നു, എന്താണ് സിറ്റുവേഷൻ, എന്താ നടന്നത്, എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും, ഒരു ഉത്തരം കിട്ടും, ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിയൂണിയൻ ആണ്. ഐ തിങ്ക് നിങ്ങൾ ആ പേഴ്സണുമായിട്ട് നിങ്ങൾ എത്ര അകന്നിട്ടുണ്ടെങ്കിലും മേ ബി നിങ്ങൾ ആഗ്രഹിച്ച് കാണാം ദറ്റ് അവരുമായിട്ട് വീണ്ടും അടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ കാണാം. ഈവൻ അവരും ആഗ്രഹിച്ച് കാണാം. സോ കാരണം ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ തന്നെ ഇത് കൂടുതലും നമ്മളൊരു എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും സ്നേഹമുള്ളൊരു വ്യക്തി എന്നാണ് കാണുന്നത്. സോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ചിലപ്പോൾ വർക്ക് പ്ലേസിലെ കൊളീഗ്സ് ആവാം, ഈവൻ ഫ്രണ്ട്സിൻ്റെ എനർജി ഉണ്ട്, എനിക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ എനർജി ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു വർക്കൗട്ട് ചെയ്യും കാര്യങ്ങൾ. അഗൈൻ 3 of Cups എനർജി ഉണ്ട്, സെലിബ്രേഷൻ്റെ കാര്യം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സോ ഇത് റിയൂണിയൻ എനർജി തന്നെയാണ് ഇവിടെ. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റിയൂണിയൻ എനർജി ഉണ്ട്. യെസ്, വിട്ടുപോയ ഒരു വ്യക്തി തിരിച്ചു വരികയാണ്. ഓക്കെ, നിങ്ങൾ എൻഡായി പോയ ഒരു സിറ്റുവേഷൻ, അതിപ്പോൾ ഓക്കെ കുറച്ച് പേർക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് അല്ല, മീൻസ് അങ്ങനെ വിട്ടുപോയ ഒരു വ്യക്തിയുടെ കാര്യമല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോയ ഒരു കാര്യം, ഓക്കെ, അതെന്തും ആവാം. ഈവൻ ജോലിയാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ
നിങ്ങൾക്ക് ഒരുപാട് വേദനിച്ചു വിഷമിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു റിന്യൂവൽ ആയിരിക്കാം. ഓക്കെ, അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീണ്ടും കിട്ടുന്നതായിരിക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ക്ലാരിറ്റി കിട്ടും. ഓക്കെ, മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ അഗെയിൻ ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും എന്ന രീതിക്കും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ അതിനെ മനസ്സിൽ നിന്ന് വിട്ടുകളയും. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കും എന്തായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളയാം, അങ്ങനെയാവാം. ഓക്കെ, സോ എന്തായാലും ഇവിടെ നിങ്ങൾ ഹാപ്പി ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കൂടുതലും എനിക്കൊരു റിയൂണിയൻ എനർജി ആണ് വരുന്നത്, വളരെ സ്ട്രോങ് ആയിട്ട്. ലൈക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, ഈവൻ ബ്രദർ സിസ്റ്ററൊക്കെ ആവാം. ഓക്കെ, കാരണം ഇവിടെ അത്രയും ലൈക്ക് എനിക്ക് ഫാമിലി എനർജിയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. വർക്ക് സ്ഥലത്തെ ആൾക്കാരും ആയിരിക്കാം. ഓക്കെ, സോ യെസ്, എൻഡായി പോയ ഒരു സിറ്റുവേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ആവുകയാണ്. വാവ്, എനിക്ക് ലൈക്ക് ഇവിടെ സ്റ്റോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒരു കഥ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എന്തോ എൻഡായി പോയത് വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നു. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നു, അതാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം, എല്ലാവർക്കും റിലേഷൻഷിപ്പോ ഫ്രണ്ട്സ് ഇങ്ങനെ കാര്യങ്ങളാവണമെന്നില്ല. സോ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ, ഞാൻ മേ ബി ഹെൽത്ത് വൈസ് ഹെൽത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആവുന്ന രീതിയിൽ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. എന്തായാലും ഇതിവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. സോ വളരെ നിങ്ങൾ ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിൽ നടക്കാം. സോറി, എനിക്കിങ്ങനെ ഇതിലിങ്ങനെ കഥ വരുന്ന പോലെയാണ്. ലൈക്ക് കാർഡ് ചെയ്യാൻ നോക്കും തോറും ചില കാര്യങ്ങൾ അവസാനിച്ച രീതിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായ രീതിയിൽ അത് ബട്ട് ഓക്കെ, എനിവേ നല്ലത് നടക്കട്ടെ, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എല്ലാവർക്കും സന്തോഷമാവാൻ പറ്റട്ടെ, സെലിബ്രേഷൻസ് വരട്ടെ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ഇവിടെ സെലിബ്രേഷൻസ് എനിക്ക് ഒരുപാട് കാണുന്നുണ്ട്, വളരെ ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുഡ്. എത്രത്തോളം വിഷമിച്ചോ അതിന് പകരം അത്രത്തോളം സന്തോഷം അല്ലേ. വൂണ്ടഡ് ഹീലർ. ഓക്കെ, ദ അൺനോൺ, യെസ്, ആൻഡ് സോൾ മിറേഴ്സ്. ഓക്കെ, ഫൈൻ, ലീവ് ഇറ്റ്. ഇവിടെ പറയുന്നത് ദ വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ലൈറ്റ് എൻറ്റേഴ്സ് യു എന്ന് പറയുന്നുണ്ട്. എംപതി, ഹീലിംഗ് പേർപ്പസ്. നിങ്ങൾ എന്തെങ്കിലും വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വേദന എന്താ പറയുക, നമ്മളൊരു മുറിവ് പറ്റി എന്ന് പറയില്ലേ, മുറിവിൻ്റെ സ്ഥലങ്ങളിലാണ് ലൈറ്റ് എൻ്റർ ചെയ്യുക എന്ന് പറയും. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. മുറിഞ്ഞ ഇടങ്ങളിലാണ് വെളിച്ചം കയറുക എന്ന് പറയും. ഐ ഡോണ്ട് നോ, അതിനെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. സോ വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ലൈറ്റ് എൻറ്റേഴ്സ് യു എന്നാണ്. കാരണം ഓരോ മുറിവും നമ്മൾക്ക് ഓരോ പാഠങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടാവും, അതിൻ്റെ മേലേക്ക് നല്ലത് എന്തെങ്കിലും വരാനുണ്ടാവും. ആ ഒരു മുറിവിൽ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ലത് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചിലത് സംഭവിക്കുന്ന. സോ ഇവിടെ പറയുന്നത് ഇത് കണ്ടോ, ഇവിടെ റിയൂണിയൻ എനർജിയാണ്. അഗൈൻ ഞാൻ കാർഡ് എടുത്ത് നോക്കൂ, അഗൈൻ ഒരു റിയൂണിയൻ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വേദനിച്ചത് ആ വേദനകൾ നിങ്ങൾക്കില്ല ആവും. ഓക്കെ, അതേത് കാര്യത്തിലായാലും ശരി. കൂടുതലും എനിക്കിവിടെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ റിയൂണിയനാണ് കൂടുതലും ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ദ അൺനോൺ, അൺസർട്ടനിറ്റി ഈസ് ഓൺലി സർട്ടനിറ്റി ദർ ഇസ്. ഓക്കെ, സറണ്ടർ, ക്യൂരിയോസിറ്റി, ഫെയ്ത്ത്. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നതായിട്ട് കാണുന്നുണ്ട്. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് ചില സമയത്ത് ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്ത് വിടാം, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് വിടാം. ഓക്കെ, ഇവിടെ ക്യൂരിയോസിറ്റി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ദ അൺനോൺ, നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും, ക്ലിയർ ആവും എന്ന രീതിക്കായിരിക്കാം. ആൻഡ് സോൾ മിറേഴ്സ് ഉണ്ട്. അതേഴ്സ് റിഫ്ലക്ട് യുവർ ഓൺ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്. ഓപ്പൺ ഹാർട്ട്, ഹീലിംഗ് യൂണിയൻ. അഗൈൻ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, റിയൂണിയൻ എനർജി. ഞാൻ വളരെ സോറി, ഇത് എങ്ങോട്ടാണ് പിടിക്കുന്നത്. ഓക്കെ, റിയൂണിയൻ എനർജി, അഗൈൻ യൂണിയൻ. ഓക്കെ, ഇവിടെ ആദ്യം നിങ്ങൾ ഹീലാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റുമ്പോൾ നമ്മളാദ്യം നമ്മളെ ഹീലാവണം അല്ലേ. നമ്മൾ ഹീലാവുമ്പോഴാണ് അത് റിഫ്ലക്റ്റ് ആയിട്ട് വരിക എന്ന് പറയും. എന്ന് മാത്രമല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് സെൽഫ് ലവിൻ്റെ ഒരു ലെസൺ ആണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾ അവനവനെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ മനസ്സിലാക്കാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ സോൾ മിറേഴ്സ് എന്നാണ് കാണുന്നത്. നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അവനവന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതൊക്കെയാണ് ഇവിടെ ആദ്യം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ എനിവേ ഇവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് പാസ്റ്റിലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ ആരായാലും ശരി, എനിക്ക് ബന്ധങ്ങൾ ചിലപ്പോൾ ബെറ്റർ ആവാനുള്ള ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ബന്ധങ്ങൾ ആരായാലും ശരി. അഗൈൻ ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.